ഹലോ, ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കപ്പയും ബീഫും ഇഷ്ടമുള്ളവരായിട്ട് ആരും ഉണ്ടാവില്ല. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. 2 വലിയ ഉള്ളി, 2 തക്കാളി, 3 പച്ചമുളക്, കറിവേപ്പില, മല്ലിയിലെല്ലാം അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കപ്പ അവിടെ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എല്ലോട് കൂടിയ ബീഫ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നമ്മുടെ ബീഫ് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളകും പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം. ബീഫിനോട് 90% വേവ് മതി. നമ്മൾ കപ്പ കൂടി ചേർത്ത് വേവിച്ചെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് വന്നിടും. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് 1 കപ്പ് തേങ്ങ ചിരകിയത്, 3-4 ചെറിയ ഉള്ളി, 1/4 ടീസ്പൂൺ ജീരകവും വേപ്പിലയും ചേർത്ത് നന്നായി വാട്ടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാകും. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കപ്പ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മുളകും പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളകും പൊടിയും ചേർത്ത് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇത് ഇത്രയും മതിയാകും. ഇനി നമുക്കിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ആവിയെല്ലാം ഇവിടെ പോയിട്ടുണ്ട്. ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഇത് നല്ലവണ്ണം റെഡിയായി സൂപ്പറായി നല്ല ടേസ്റ്റിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അടുത്തതായി നമുക്ക് ചട്ടി ചൂടായ ശേഷം 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് 1/4 ടീസ്പൂൺ ജീരകം, 1 തക്കോലം, 2 ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, 1 ബേ ലീഫ്, ചെറിയ ഉള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ കൂട്ടിലോട്ട് ചേർക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പയും ബീഫും കൂടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും ഒരു വട്ടം കൂടെ താങ്ക്